എൻ്റെ മുടിയെല്ലാം കുളമായി. ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാഗമണിലെ കാഴ്ചകൾ മാത്രമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇച്ചിരി ലെങ്ത് ഉള്ളതുകൊണ്ട് നമ്മൾ ഒറ്റ പാർട്ടായിട്ട് അതങ്ങനെ ഇട്ടു. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ വാഗമണിൽ നിന്ന് രണ്ടാമത് പോയത് നമ്മൾ പൈൻ വാലിയിലോട്ടാണ്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പൈൻ വാലി മൊത്തം. കുറച്ച് നേരം സ്പെൻഡ് ചെയ്തുള്ളൂ, കാരണം അവിടെ പെട്ടെന്ന് മഴ വന്നതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. പിന്നീട് നമ്മൾ പോയത് തങ്ങൾപ്പാറയിലോട്ടാണ്. അപ്പോൾ ഈ രണ്ട് ഡെസ്റ്റിനേഷനാണ് ഈ പാർട്ടിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടുത്തെ കുറച്ച് കാഴ്ചകൾ അങ്ങനെ വന്നാലോ? എങ്കിൽ പോവാം. ഇതാണ് അവിടേക്കുള്ള എൻട്രി ടിക്കറ്റ്. അതായത് മുതിർന്നവർക്ക് 30 രൂപയും കുഞ്ഞു പിള്ളേർക്കൊക്കെ 15 രൂപയുള്ള. അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഒരു പേവിങ് ടൈലൊക്കെ ഇട്ടിട്ടുണ്ട്. പണ്ടൊന്നും ഇതുപോലെ ആയിരുന്നില്ല. ഞങ്ങൾ +2 എന്നൊക്കെ ടൂർ വന്ന സമയത്തൊന്നും ഇതുപോലെ ആയിരുന്നില്ല. ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. സൈഡിൽ പിടിച്ച് നടക്കാനുള്ള ഒരു കൈവരിയൊക്കെ ഉണ്ട്. താഴേക്കൊക്കെ നടന്നിറങ്ങിയപ്പോൾ ഭയങ്കര രസമായിരുന്നു. നല്ല അടിപൊളി ഒരു വ്യൂ ആയിരുന്നു താഴെ ഉണ്ടായിരുന്നത് മൊത്തം. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്, റീൽസ് ചെയ്യുന്നുണ്ട്, ചിലരൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തർ അവിടെ നിൽക്കുന്നുണ്ട്. ഒരുപാട് ഫാമിലീസ് വന്ന് പോകുന്നൊരു സ്ഥലമായിരുന്നു അത്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളൊന്ന് കാണിച്ചിട്ട് നമുക്ക് വേഗം ഇവിടെ തിരിക്കാം. തിരിച്ച് കയറുമ്പോഴായിരുന്നു ശരിക്കും എന്താണ് ആ ഒരു സ്റ്റെപ്പിൻ്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് കയറി പോകാനുള്ളൊരു ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞത് തിരിച്ച് കയറുമ്പോഴായിരുന്നു. കാരണം അത് അത്ര എളുപ്പമല്ല അങ്ങോട്ട് മുകളിൽ കയറാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ പൈൻ വാലിയിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് അവിടെ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ തിരിച്ച് കയറുമ്പോഴാണ് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് അവിടെ മുകളിൽ കയറി ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. നല്ല കിതപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് തങ്ങൾപ്പാറയിലോട്ടാണ്. ഇവിടെ തിരിച്ചു പോകുന്ന വഴി തന്നെയാണത്. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പോകുന്നത്. ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. അത്യാവശ്യം മഞ്ഞൊന്നും അങ്ങനെ അധികമൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ അത്യാവശ്യം മഞ്ഞൊക്കെ മൂടി നിൽക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് മേളിൽ അങ്ങനെ മഞ്ഞൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് തങ്ങൾപ്പാറയിലോട്ട് വഴി. റോഡ് ക്ലോസ്ഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇത് നമ്മൾ വാഗമണ്ണിൽ നിന്ന് നേരെ പൈൻ വാലിയിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആ വഴിയുടെ അടുത്ത് തന്നെയാണ് ഇത് തങ്ങൾപ്പാറയിലോട്ടുള്ള വഴിയും പോകുന്നത്. ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ താഴത്തെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് മേളിലോട്ട് കയറി പോകണം. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കും. ഇവിടെ എൻട്രി ഫീസോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇതിൻ്റെ മേളിലൊരു ഖബർസ്ഥാനമുണ്ട്. ഞങ്ങൾ അന്ന് പോയിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ മേളിൽ കയറാൻ പറ്റുമോ നോക്കാം. എന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. മേളിലോട്ട് കയറിപ്പോകുന്ന വഴിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, കാരണം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് മേളിൽ കയറിപ്പോകാമെന്ന്. പക്ഷേ മേളിൽ കയറി കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഞങ്ങൾ അന്ന് പോയിട്ട് തന്നെ അതിൻ്റെ പകുതിയോളം കയറിയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര രസമായിരുന്നു. പക്ഷേ നമുക്ക് അന്നത്തെ ഒരു ടൈമും കാര്യങ്ങളും നമുക്ക് മേളിൽ കയറാനൊന്നും പറ്റിയിരുന്നില്ല. പിന്നെ ഭയങ്കര കാറ്റ് വീശുന്നതുകൊണ്ടും നമുക്ക് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും നമുക്ക് ഇത്തവണ അത് കയറിയിട്ട് മേളിൽ എന്തൊക്കെയാണ് കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. താഴെ നിന്നുള്ള വ്യൂ ആണ്. മലയിടയ്ക്കിൽ മഞ്ഞ് കയറുന്നുണ്ടോ? ഇതിനിടയിലൊരു മലയുണ്ട്. ഇത് കവറായി. ഇപ്പുറത്ത് പറഞ്ഞൂടെ ഉണ്ട്. ഇതിൻ്റെ താഴേന്ന് കാണുന്ന വ്യൂ ആണ്. അങ്ങനെ നമ്മൾ താഴേന്ന് കയറിയിട്ട് ഇച്ചിരി ദൂരം കയറി വന്നിട്ടുണ്ട്. ഏകദേശം ഇതിനും ഒന്നുകൂടെ മുകളിലാണ് നമ്മൾ അന്ന് കോളേജിൽ നിന്നൊക്കെ ടൂർ വന്നിട്ട് അന്ന് അതുവരെ കയറിയുള്ളൂ. കാരണം ഒന്നാമത് ഭയങ്കര ഒരു കാറ്റ് വീശുന്ന ടൈമിലായിരുന്നു. പിന്നെ ഇച്ചിരി ഒരു ഈവനിങ് ടൈമും ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധിക ദൂരമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും പതിയെ നമുക്ക് ഇവിടെ നടന്ന് അങ്ങോട്ട് മേളിലോട്ട് കയറാം. അപ്പോൾ ഇങ്ങോട്ട് മേളിലോട്ട് കയറാൻ വഴിയൊക്കെ ഉണ്ട്. പണ്ട് വന്നിട്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എത്ര ദൂരം ഉണ്ടോയെന്നറിയില്ല, പോയി നോക്കാം.
You wanna find a lover? I only got one love, and it's ice cream. Yeah. അപ്പോൾ അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മൾ മേളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഖബർസ്ഥാനം. ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇവിടുത്തെ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഇവിടെ അങ്ങനെ ഒരുപാട് പേര് വന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തൊക്കെയോ കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്കതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കിവിടെ തിരിച്ചിറങ്ങാം. ഇത് അവിടുന്ന് പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ അവർ തന്നതാണ്. നമ്മൾ പേരും സ്ഥലമൊക്കെ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാണ് വരുന്നത് ചോദിച്ചപ്പോൾ അങ്ങനെ സ്ഥലപ്പേരെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരവിടെ എഴുതി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവർ മധുരം കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തന്നതാണ്. ഇത് നമ്മളുടെ കൽക്കണ്ടവും മുന്തിരിയാണ്. അവിടുന്ന് തരുന്നതാണിത്. നമുക്ക് അമ്പലത്തിലൊക്കെ ആണെങ്കിൽ പ്രസാദം എന്ന് പറയും. ഇവിടെ എന്താ പറയുകയെന്നറിയില്ല. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇനി ഇവിടെ താഴോട്ട് ഇറങ്ങണ്ടേന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ഇറങ്ങിപ്പോകുന്ന വഴിയാണ്. കയറി വന്നത് മൊത്തം വഴിയായിരുന്നു. അത് നല്ല തിരക്കുണ്ട്. താഴേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര സൂക്ഷിച്ചിട്ട് വേണം ഇറങ്ങാൻ. കാരണം ഒന്ന് കാല് തെന്നി കഴിഞ്ഞാൽ നമ്മളങ്ങ് ഉരുണ്ട് വീഴും താഴോട്ട്. പിന്നെ മൊത്തം പാറക്കെട്ടുകളും ഇതൊക്കെ അല്ലേ. ഏറ്റവും അടിയിലേക്ക് അങ്ങ് നമ്മൾ ഇറങ്ങി പോകും. അവിടെ തട്ടിത്തടഞ്ഞ് നിൽക്കാൻ പോലും ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. നമ്മൾ പതിയെ പതിയെ ഇറങ്ങാനേ പറ്റുള്ളൂ. പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ ഓടിച്ചാടി നടക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ മാക്സിമം എല്ലാവരും അവരൊക്കെ കയ്യിൽ പിടിച്ച് കൊണ്ടുപോവുക. താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു ഏരിയയാണ് ഇത്. ഇത്രയും ഇങ്ങോട്ട് വന്ന ആളുകളുടെ വണ്ടിയാണ്. ഇവിടെ ബൈക്കും കിടപ്പുണ്ട്. ഇത്രയും ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബൈക്ക് അതെ അവിടെ ഒറ്റയ്ക്ക് കിടപ്പുണ്ട്. ഒരുപാട് റൈഡേഴ്സ് വന്നിട്ടുണ്ട്. ഒരു നിഞ്ച കിടപ്പുണ്ട്. തമിഴ്നാട് വണ്ടിയാണ്. അപ്പുറത്തൊരു GS കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ അഡ്വഞ്ചറിനൊടുവിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് അടുത്ത സ്ഥലം കാണാൻ പോകണം, ഇലവീഴ പൂഞ്ചിറ. പക്ഷേ നമ്മൾ ഈ വീഡിയോനകത്ത് കാണിക്കുന്നില്ല. നമ്മൾ അടുത്ത വീഡിയോയിൽ അതൊരൊറ്റ പാർട്ടായിട്ട് നമ്മൾ കാണിക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കയറി പോകുന്ന പോലെ തന്നെയാണ് തിരിച്ച് ഇറങ്ങി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം കാറ്റ് വീശും, അത്രയും ശക്തിയിലാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തിരിച്ചിറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് അവിടെ നിന്ന് തിരിച്ചു. ഇനി ഇവിടുന്ന് മാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. നമുക്ക് കറക്റ്റ് അറിയത്തില്ല സ്ഥലം എന്താണെന്ന്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ മൊത്തം നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും നിങ്ങൾ എന്തായാലും കാത്തിരിക്കുക. നമുക്ക് ബാക്കി 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വേഗം പോകാം. തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. കുറച്ച് നേരത്തേക്ക് നമ്മളൊരു ബ്ലോക്കിലങ്ങ് പെട്ടുപോയി. ഒരു ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ അവിടെ നമ്മളുടെ ടൈം പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ടായിരുന്നു. ഒരു കോളേജിൽ നിന്നൊരു ട്രിപ്പ് വന്നതാണ്. അപ്പോൾ അവർക്കും ഓപ്പോസിറ്റ് വേറൊരു കോളേജ് ബസ് വന്നു. ഒരു ടൂറിസ്റ്റ് ബസ് വന്ന് അതും അങ്ങ് ബ്ലോക്കായി. കാരണം സൈഡിൽ വഴിയില്ല. ഒരു സൈഡിലാണെങ്കിൽ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ലേബേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതിന് എന്തൊക്കെയോ കുറേ ബാരിക്കേഡും ഉണ്ട്. ഇപ്പുറത്തെ സൈഡാണെങ്കിൽ നോക്കുമ്പോൾ അവിടെ പാറക്കൂട്ടങ്ങൾ കൊണ്ടിട്ടേക്കുന്നത്. എന്നിട്ട് കുറച്ച് നേരത്തേക്ക് അതങ്ങനെ ബ്ലോക്കായി. പിന്നെ അത് ക്ലിയർ ചെയ്തിട്ട് അവർ ആ ബസ്സിലെ ആളുകൾ തന്നെ ഇറങ്ങി വന്നത് ക്ലിയർ ചെയ്ത് അവർ മുന്നോട്ട് പോയി. ആ ഒരു ടൈം ഭയങ്കര രസമായിരുന്നു. കാരണം ബസ് നിർത്തിയിടുമ്പോഴാണ് ഇതിനകത്ത് ഡാൻസ് കളിക്കുമ്പോൾ നമ്മൾ ആ ഒരു ബസ്സിൻ്റെ മൂവ്മെൻറ്റ് അറിയുന്നത്. കാരണം അത് ബസ് ഇങ്ങനെ കിടന്നിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. നമ്മൾ വരുന്ന വഴി അതിങ്ങനെ നോക്കിയിട്ടാണ് വന്നിരുന്നത്.
കാരണം ഫുൾ എനർജറ്റിക് ആയിട്ടുള്ള ഒരുപാട് പിള്ളേരാണ് ആ വണ്ടിക്കകത്ത് ഇരുന്നിട്ട് ഡാൻസ് കളിക്കുന്നത്. കാരണം ഇവർ ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് തിരിച്ചിറങ്ങി വരുന്ന ടീമാണ്. കാരണം ഞാൻ തന്നെ അവിടുന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും വയ്യാണ്ടായി. ബൈക്കിൽ കയറിയിട്ട് പിന്നെ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ പോന്നു. ഇവർക്കതൊന്നും ഒരു പ്രശ്നമില്ല. ഇവർ വണ്ടി കയറിയപ്പം മുതൽ ആ പാട്ട് അങ്ങ് ഓൺ ചെയ്ത് മുതൽ ഫുൾ ഡാൻസും കാര്യങ്ങളും ഇതൊക്കെയാണ്. എന്തായാലും ഇവരുടെയൊക്കെ എനർജി കാണുമ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു ടൂർ വന്നിരുന്ന ആ ഒരു ടൈമാണ് ഓർമ്മ വരുന്നത്. ഇതുപോലത്തെ ഒരു ബസ്സിലാണ് ഞങ്ങളും ഇങ്ങോട്ട് ടൂർ വന്നത്. +2ന്ന് കോളേജ് പഠിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ടൂർ വന്നു. അപ്പോൾ ആ ഒരു ടൈമാണ് ഞാൻ പെട്ടെന്ന് അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. എന്തായാലും ആ ഒരു ഫ്രണ്ട്സിനെയും ആ ഒരു കോളേജും ഭയങ്കരമായിട്ട് ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളന്ന് പോയ ഒരു ടൈം ഉണ്ടായിരുന്നില്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മൊമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അപ്പോഴേക്കും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മൾ അടുത്ത വീഡിയോ ഇലവീഴ പൂഞ്ചിറയാണ്. അപ്പോൾ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മളങ്ങ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതുവരേക്കും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് അത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതെല്ലായിടത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ദിസ് ഇസ് മീ സുബിൻ സൈനിങ് ഓഫ്. ടാറ്റാ. ഇരഴാകും ലോകത്തിലെ മാലൂരെന്നൊരുണ്ടേ ചേളാടേ